മഹാരാഷ്ട്രയിൽ മഹായുതി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു. നാഗ്പൂരിലാണ് സത്യപ്രതിജ്ഞ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ പങ്കെടുക്കുന്നു. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ വലിയ ഭൂരിപക്ഷത്തിലെ ജയത്തിന് ശേഷമാണ് സത്യപ്രതിജ്ഞയിലേക്ക് എത്തുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരുമാണ് ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നിപ്പോൾ വിശാലമായ ചടങ്ങാണോ? ൂരിലെ രാജ്ഭവനിലാണ് നമ്മൾ ഈ കാണുന്ന ചടങ്ങ് നടക്കുന്നത്. പ്രധാന അതിഥിയായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കാണാം. ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ചർച്ചകൾക്കും അനിശ്ചിതങ്ങൾക്കും ശേഷമാണ് മുഖ്യമന്ത്രി ആരാണ്, ഏക്നാഥ് ഷിൻഡെ ആകുമോ ദേവേന്ദ്ര ഫട്നാവിസ് ആകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. സമാനമായി എത്ര മന്ത്രിസ്ഥാനം വീതം ഓരോ പാർട്ടികൾക്കും ലഭിക്കും എന്നത് സംബന്ധിച്ചും ദീർഘമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോഴും കൃത്യമായി പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും 43 മന്ത്രിസ്ഥാനങ്ങളാണുള്ളത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും അടക്കം 43 മന്ത്രിസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയിൽ പരമാവധി സ്ഥാനമായി എടുക്കാൻ കഴിയുക. അതിൽ 40 മന്ത്രിസ്ഥാനങ്ങളാണ് ഇനി വേണ്ടത്. ഇതിൽ 20 മന്ത്രിസ്ഥാനങ്ങൾ BJP കൈകാര്യം ചെയ്യുമെന്നറിയുന്നു. 12 മന്ത്രിസ്ഥാനങ്ങൾ ഷിൻഡെ വിഭാഗത്തിന്, ശിവസേന ഷിൻഡെ വിഭാഗത്തിനും ബാക്കിയുള്ളത് NCPക്കും നൽകുമെന്നാണ് ഒടുവിലും ചർച്ചകളിൽ വന്നിരുന്ന ധാരണ. ഇപ്പോൾ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ആണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മഹായുതി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. നാഗ്പൂരിൽ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.